എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. ഓം ഗംഗണപതി നമ, ഓം സരസ്വതി നമ, ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം നമോ ഭഗവതി വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ. ഗീതോപദേശത്തിലെ വിശ്വരൂപ ദർശനം കേൾക്കാം. അർജുനൻ പറയുന്നു, ഭഗവാനെ, എന്നെ അനുഗ്രഹിക്കാനായി അവിടുന്ന് ഉപദേശിച്ച പരമരഹസ്യമായ അധ്യാത്മജ്ഞാനത്താൽ ശരീരാഭിമാനത്തിൽ നിന്നുണ്ടായതും ഭീഷ്മർ, ദ്രോണർ എന്നിവരുടെ ഹന്താവായി തീരുമെന്നീ രൂപത്തിലുണ്ടായിരുന്നതുമായ എൻ്റെ അവിവേകം നിശേഷം നശിച്ചിരിക്കുന്നു. ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയും നാശവും പരമാത്മാവായ അങ്ങയിൽ തന്നിന്നാണ് സംഭവിക്കുന്നതെന്ന വസ്തുതയും അങ്ങയുടെ ശാശ്വതമായ മാഹാത്മ്യവും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. സമുദ്രത്തിൽ നിന്നുണ്ടായി സമുദ്രത്തിൽ ലയിക്കുന്ന തിരമാലകൾ സമുദ്രജലം തന്നെയാണല്ലോ. അതുപോലെ പരമാത്മാവായ അങ്ങയിൽ നിന്നുണ്ടായി അങ്ങയിൽ ലയിക്കുന്ന ഈ പ്രപഞ്ചവും പരമാർത്ഥത്തിൽ അവിടുത്തെ സ്വരൂപം തന്നെയാണ്. സമുദ്രം തിരമാലകളായി പ്രകടമായി തീരുന്നത് പോലെയാണ് അവിടുന്ന് പ്രപഞ്ചാകാരേണ വിളങ്ങുന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. പ്രപഞ്ച സ്വരൂപേണ വിളങ്ങുന്ന അവിടുത്തെ വിശ്വരൂപം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കതിന് കഴിവും അർഹതയുമുണ്ടെന്ന് അവിടുന്ന് വിചാരിക്കുന്നുവെങ്കിൽ മഹാപ്രഭു, ഐശ്വര്യവും നാശരഹിതവുമായ ആ സ്വരൂപത്തെ കാണിച്ചു തരുവാൻ കനുവുണ്ടാകണേ. അർജുൻ്റെ അപേക്ഷയ്ക്ക് ഭഗവാൻ മറുപടി പറഞ്ഞു, അർജുന, പല പ്രകാരത്തിലുള്ളവയും ദിവ്യങ്ങളും പലവിധ വർണ്ണങ്ങളോടും ആകൃതികളോടും കൂടിയവയുമായ നൂറുകണക്കിനും ആയിരക്കണക്കിനുമുള്ള എൻ്റെ രൂപങ്ങളെ കണ്ടാലും സഞ്ചരിക്കാത്തവയും സഞ്ചരിക്കുന്നതുമായി പ്രപഞ്ചത്തെ മുഴുവൻ എൻ്റെ ശരീരത്തിൽ അവയവങ്ങളായി സ്ഥിതി ചെയ്യുന്നതിനെയും മറ്റെന്തെല്ലാം നീ കാണാൻ ആഗ്രഹിക്കുന്നുവോ അതിനെയും, അതായത് യുദ്ധത്തിൽ ജയിക്കുമോ തോൽക്കുമോ എന്നതിനെ എൻ്റെ സ്വരൂപത്തിൽ കണ്ടുകൊള്ളൂ. എന്നാൽ വെറും ഭൗതിക വസ്തുക്കളെ മാത്രം കണ്ട് ശീലിച്ച നിൻ്റെ ഈ കണ്ണുകളെ കൊണ്ട് എൻ്റെ വിശ്വരൂപത്തെ കാണാൻ കഴിയില്ല. അത് കാണാൻ തക്കതായ ദിവ്യദൃഷ്ടി ഞാൻ നിനക്ക് തരാം. ആ ദൃഷ്ടി കൊണ്ട് ഈശ്വര സംബന്ധിയായ എൻ്റെ യോഗത്തെ, അതായത് പ്രപഞ്ചത്തെ ഞാൻ ധരിച്ചിരിക്കുന്ന സമ്പ്രദായത്തെ നോക്കി കണ്ടാലും. ഇപ്രകാരം അരുളി ചെയ്ത് മഹായോഗേശ്വരനായ ശ്രീഹരി തൻ്റെ വിശ്വരൂപത്തെ അർജുനന് കാണിച്ചു കൊടുത്തു. അനേകം മുഖങ്ങളോടും കണ്ണുകളോടും കൂടിയതും ആശ്ചര്യകരങ്ങളായ കാഴ്ചകളോട് കൂടിയതും അസംഖ്യം ദിവ്യാഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും ദിവ്യായുധങ്ങളോട് കൂടിയതുമായിരുന്നു ആ വിശ്വരൂപം. ദിവ്യമാലിന്യങ്ങളും പട്ടാമ്പരവും അണിഞ്ഞ് ദിവ്യമായ കുറിക്കോട്ട് പൂശി സർവാശ്ചര്യമയവും അപരിച്ഛിന്നവും എല്ലാ ദിക്കുകളിലും മുഖങ്ങളോട് കൂടിയതുമായിരുന്നു ഭഗവാന്റെ അത്ഭുത സ്വരൂപം. ആകാശത്തിൽ 1000 സൂര്യന്മാർ ഒരേ സമയത്ത് ഉദിച്ചുയരുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രകാശത്തെ നമുക്ക് ഭാവനാദൃഷ്ടിയിൽ കാണാൻ കഴിയുമെങ്കിൽ അതുപോലെയുള്ള ശോഭയോട് കൂടിയതായിരുന്നു മഹാത്മാവായ ഭഗവാന്റെ അപ്പോഴത്തെ സ്വരൂപം. അനേക രൂപത്തിൽ വിഭജിക്കപ്പെട്ടതായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദേവന്മാർക്കും ദേവനായ ഭഗവാന്റെ അവയവങ്ങളിൽ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്ന സ്വരൂപത്തിൽ അർജുനൻ കണ്ടു. വിശ്വരൂപ ദർശനത്താൽ ആശ്ചര്യസ്തബ്ധനും ശരീരത്തിൽ രോമാഞ്ചമണിഞ്ഞവനുമായ അർജുനൻ ഭഗവാനെ നമസ്കരിച്ച് കൈകൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ ഈ വിശ്വരൂപ ശരീരത്തിൽ ഞാൻ എല്ലാ ദേവന്മാരെയും 4 വിധ, അതായത് ജരായുജം, അണ്ടജം, സേതജം, ഉദ്ഭിജം ശരീരങ്ങളോട് കൂടിയ സകല ജീവജാലങ്ങളെയും, താമരപ്പൂവിലിരിക്കുന്ന ദേവദേവനായ ബ്രഹ്മാവിനെയും ഋഷികളെയും ദിവ്യനാഗങ്ങളെയും കാണുന്നു. അസംഖ്യങ്ങളാകുന്ന കൈകൾ, വയറ്, വായ, കണ്ണുകൾ എന്നീ അവയവങ്ങളോട് കൂടിയവനും അസംഖ്യ രൂപങ്ങളോട് കൂടിയവനുമായ അങ്ങയെ എല്ലാ ദിക്കുകളിലും ഞാൻ കാണുന്നു. വിശ്വേശ്വരനും വിശ്വവ്യാപിയുമായ ഭഗവാനെ, അവിടുത്തെ ആദിയോ മധ്യമോ അവസാനമോ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവിടുന്ന് കവിഞ്ഞു തന്ന ദിവ്യദൃഷ്ടിക്ക് പോലും അപ്പുറത്താണ് വിശ്വരൂപിയായ അങ്ങയുടെ ആദ്യമധ്യാവസാനങ്ങൾ. കിരീടമണിഞ്ഞവനും ഗദയും ചക്രവും ധരിച്ചവനും സർവത്ര പ്രകാശിക്കുന്നവനും
തേജോരാശിയും ഇന്ന രൂപത്തിലെന്ന് വർണ്ണിക്കാൻ കഴിയാത്തവനും കത്തി ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെയും മധ്യാഹ്ന സൂര്യനെപ്പോലെയും പ്രകാശിക്കുന്നവനുമായ അങ്ങയെ ഞാൻ എല്ലാ ദിക്കിലും കാണുന്നു. മുക്തിയെ ഇച്ഛിക്കുന്നവർ അറിയേണ്ടതായ ലക്ഷ്യമാണ് അവിടുന്ന്. ഈ പ്രപഞ്ചത്തിന് ആശ്രയവും അവിടുന്ന് തന്നെ. നാശമില്ലാത്തവനും അനശ്വരമായ ധർമ്മത്തെ രക്ഷിക്കുന്നവനുമാണ് അവിടുന്ന്. ശാശ്വതനായ പരമപുരുഷനാണ് അങ്ങെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആദ്യമധ്യ അന്ത്യങ്ങളില്ലാത്തവനും അവസാനമില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനും അസംഖ്യം കൈകളോട് കൂടിയവനും സൂര്യനും ചന്ദ്രനുമാകുന്ന നേത്രങ്ങളോട് കൂടിയവനും കത്തിജ്വലിക്കുന്ന വായുകളോട് കൂടിയവനും തേജസ് കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തപിപ്പിക്കുന്നവനുമായിട്ട് അങ്ങയെ ഞാൻ കാണുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള പ്രദേശവും 4 ദിക്കുകളും അങ്ങ് ഒരുവനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരവും ഭയങ്കരവുമായ അങ്ങയുടെ ഈ രൂപത്തെ കണ്ടിട്ട് 3 ലോകങ്ങളിലെ സകല ജീവജാലങ്ങളും ഭയപ്പെട്ട് വിറയ്ക്കുന്നു. ദേവസമൂഹം ധർമ്മപാലകനായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ദേവന്മാരിൽ തന്നെ ചിലർ അങ്ങയുടെ വിശ്വരൂപത്തെ കണ്ട് ഭയപ്പെട്ട് ദൂരെ നിന്ന് കൈകൂപ്പി സ്തുതിക്കുന്നു. മഹർഷിമാരും സിദ്ധന്മാരും ലോകത്തിന് നന്മയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്തിരുവടിയെ അർത്ഥഗർഭങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു. ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, സാധ്യന്മാർ, വിശ്വദേവന്മാർ, അശ്വിനിദേവകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ ഇവരെല്ലാം അവിടുത്തെ ദിവ്യരൂപത്തെ നോക്കിക്കണ്ട് ആശ്ചര്യസ്തബ്ധരായി നിൽക്കുന്നു. അസംഖ്യം കണ്ണുകൾ, തുടകൾ, കാലടികൾ, ഉദരങ്ങൾ, ഭയങ്കര ദംഷ്ടകളോടുകൂടിയ വായകൾ ഇവയെല്ലാം കൂടി ചേർന്ന് അങ്ങയുടെ ഈ ഭയങ്കര സ്വരൂപത്തെ കണ്ടിട്ട് ലോകരെല്ലാം വല്ലാതെ ഭയപ്പെടുന്നു. ഞാനും അത്യന്തം ഭയഭീതനായിരിക്കുന്നു. ആകാശത്തെ സ്പർശിക്കുന്നതും ജ്വലിക്കുന്ന അനേകം വർണ്ണങ്ങളോടും പിളർന്ന വായുകളോടും ജ്വലിക്കുന്ന നേത്രങ്ങളോടും കൂടിയതുമായ ഈ ഉഗ്രരൂപത്തെ കാണുന്ന എനിക്ക് ധൈര്യവും മനസമാധാനവും ചോർന്നു പോകുന്നു. ദംഷ്ടകളെ കൊണ്ട് ഭയങ്കരവും പ്രളയാഗ്നി പോലെ കത്തിക്കാളുന്നവയുമായ അങ്ങയുടെ മുഖങ്ങളെ കണ്ട് ഭയപ്പെട്ട് വിറയ്ക്കുന്ന എനിക്ക് ദിക്കുകളെ ഒന്നും അറിയാൻ കഴിയുന്നില്ല, സുഖവും കിട്ടുന്നില്ല. ദേവന്മാരുടെ നേതാവും ജഗത്തിന് ആധാരബോധനുമായ ഭഗവാനെ, അവിടുന്ന് എന്നോട് സന്തോഷിക്കണേ. ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികൾ അനേകം രാജാക്കന്മാരുടെ സംഘങ്ങളോടും ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരോടും ഞങ്ങളുടെ ഭാഗത്തുള്ള അനേകം മഹാരഥന്മാരോടും കൂടി ദംഷ്ടകളെ കൊണ്ട് ഉഗ്രങ്ങളായിരിക്കുന്ന അങ്ങയുടെ വായകളിലേക്ക് പാഞ്ഞു വന്നു കൊണ്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു. അവരിൽ ചിലർ അങ്ങയുടെ പല്ലുകൾക്കിടയിൽപ്പെട്ട് തല പൊട്ടി തകർന്നവരായും കാണപ്പെടുന്നു. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്ന വേഗത്തിലാണ് ഈ രാജാക്കന്മാരും 2 കക്ഷികളുടെ സൈന്യങ്ങളും ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ വായകളിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ഈയാമ്പാറ്റകൾ പറന്നു ചെന്ന് വീണ് നശിക്കുന്ന മാതിരിയാണ് ഈ ജീവജാലങ്ങളെല്ലാം നശിക്കാനായി അതിവേഗത്തിൽ അങ്ങയുടെ പിളർന്ന വായകളിലേക്ക് പാഞ്ഞു വന്നു കൊണ്ടിരിക്കുന്നത്. തന്നിലേക്ക് അതിവേഗം ഒഴുകി വരുന്ന അവരെയെല്ലാം കത്തിജ്വലിക്കുന്ന വായകളെ കൊണ്ട് അങ്ങ് രുചിച്ച് നോക്കി ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. സർവ്വവ്യാപിയായ ഭഗവാനെ, അത്യുഗ്രങ്ങളായ അങ്ങയുടെ പ്രഭാജാലകൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് തേജസ് കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും തപിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അതിഭയങ്കര സ്വരൂപിയായ അങ്ങ് ആരാണ്? ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ദേവശ്രേഷ്ഠനായ അങ്ങ് സന്തോഷിക്കണേ. ആദിയിലുള്ളവനും പരമപുരുഷനുമായ അങ്ങ് ആരാണെന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഒരുങ്ങുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ലല്ലോ. വിശ്വരൂപ ദർശനത്താൽ പരിഭ്രാന്തനായ അർജുനൻ അങ്ങ് ആരാണെന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചതിന് ഭഗവാൻ മറുപടി പറയുന്നു. അർജുന, എല്ലാത്തെയും സംഹരിക്കുന്ന കാലമാണ് ഞാൻ. ഇപ്പോൾ കൗരവ പാണ്ഡവ സൈന്യങ്ങളെ സംഹരിക്കാൻ ആരംഭിക്കുന്നു. നീ യുദ്ധം ചെയ്തില്ലെങ്കിലും ഈ സൈന്യമെല്ലാം നശിക്കും. കാരണം ഈ നാശം കാലസ്വരൂപനായി എൻ്റെ ഇച്ഛയാണ്. അതിനാൽ നീ യുദ്ധം ചെയ്യാൻ തയ്യാറായി എഴുന്നേൽക്കൂ. അസാധാരണ പരാക്രമശാലിയാണ് അർജുനൻ എന്ന അനശ്വര കീർത്തിയെ സമ്പാദിക്കൂ. ശത്രുക്കളെ ജയിച്ച് സമൃദ്ധമായ രാജ്യത്തെ അനുഭവിക്കൂ. കാലസ്വരൂപനായി ഞാൻ നിന്റെ ശത്രുക്കളെ മുഴുവൻ കൊന്നു കഴിഞ്ഞിരിക്കുന്നു.
അവരുടെ മരണത്തിന് നീ ഒരു നിമിത്തം മാത്രമായി തീർന്നാൽ മതി. ദ്രോണർ, ഭീഷ്മർ, ജയദ്രഥൻ, കർണൻ മുതലായ മഹാരഥന്മാരും മറ്റുള്ള സൈന്യങ്ങളും കാലസ്വരൂപനായ എന്നാൽ വധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം നീ ജയിച്ചാലും നീ യുദ്ധം ചെയ്താൽ മാത്രം മതി. ശത്രുക്കളെ നിനക്ക് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തത് കേട്ട് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ വീണ് നമസ്കരിച്ച് ഭയവിഹ്വനായി തൊണ്ട ഇടറിക്കൊണ്ട് കൂപ്പി കൈകളോടെ പറഞ്ഞു: ഇന്ദ്രിയങ്ങളുടെ നേതാവായ ഭഗവാനെ, അങ്ങയുടെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുന്നത് കൊണ്ട് സജ്ജനങ്ങൾ സന്തോഷിക്കുന്നു എന്നത് ഏറ്റവും ഉചിതം തന്നെ. രാക്ഷസന്മാർ അങ്ങയെ കണ്ട് ഭയപ്പെട്ട് നാനാദിക്കുകളിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. സിദ്ധന്മാർ ഭക്തി ആദരങ്ങളോട് അങ്ങയെ നമസ്കരിക്കുന്നു. ഇതൊന്നും തന്നെ ആശ്ചര്യമില്ല. സർവശ്രേഷ്ഠനും ബ്രഹ്മദേവന് പോലും കാരണഭൂതനും അവസാനമില്ലാത്തവനും ദേവന്മാരുടെ പോലും നേതാവും ജഗന്നിവാസനും മഹാത്മാവുമാണല്ലോ അവിടുന്ന്. നാശരഹിതനും സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചാകാരേണ വിളങ്ങുന്നവനും അവയ്ക്ക് അതീതമായ പരബ്രഹ്മ തത്വവും അവിടുന്ന് തന്നെയാണല്ലോ. അപ്രകാരമെല്ലാമുള്ള മഹിമയോടുകൂടിയ അങ്ങേ ആര് തന്നെ നമസ്കരിക്കില്ല? അനാദിയായ പുരുഷനും അവിടുന്ന് തന്നെ. ഈ പ്രപഞ്ചം പ്രളയത്തിലേക്കതും അങ്ങയിൽ തന്നെ. എല്ലാം അറിയുന്നവനും അറിയപ്പെടേണ്ടതായ വസ്തുവും ഉത്തമസ്ഥാനവും അങ്ങ് തന്നെയാണ്. അവസാനമില്ലാത്ത സ്വരൂപങ്ങളോട് കൂടിയ ഭഗവാനെ, അങ്ങേ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. വായു, അഗ്നി, വരുണൻ, ചന്ദ്രൻ, പ്രജാപതി എന്നിവരെല്ലാം അങ്ങയുടെ രൂപഭേദങ്ങൾ മാത്രം. എല്ലാവരുടെയും പിതാമഹനായ ബ്രഹ്മദേവൻ്റെ പിതാവും അവിടുന്ന് തന്നെ. അതിനാൽ അങ്ങേക്ക് ആയിരം ആയിരം നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് മുൻപിനും പിന്നിനും എല്ലാ ഭാഗങ്ങളിലും നമസ്കാരം. അവസാനമില്ലാത്ത വീര്യത്തോടു കൂടിയവനായ അങ്ങ് എല്ലാ വസ്തുക്കളുടെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു. അതിനെ സർവസ്വരൂപനായിരിക്കുന്നു. വെറുമൊരു സ്നേഹിതനായി മാത്രം കണക്കാക്കിക്കൊണ്ട് ഞാൻ പലപ്പോഴും അങ്ങേ കൃഷ്ണ, യാദവ, സ്നേഹിത എന്നെല്ലാം വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ മഹിമ അറിയാത്തത് കൊണ്ടും അജ്ഞാനം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെയാണ് അങ്ങനെ സംബോധന ചെയ്തത്. കുളിക്കുക, കിടക്കുക, ഇരിക്കുക, ആഹാരം കഴിക്കുക എന്നീ സന്ദർഭങ്ങളിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ചിലപ്പോൾ പലരുടെയും മുൻപിൽ വെച്ചും പരിഹാസമായിട്ട് ഞാൻ അങ്ങയെ അവഗണിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും പലതും പറഞ്ഞിട്ടുണ്ടാവാം. ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത മഹിമയോടുകൂടി അവിടുന്ന് എൻ്റെ ആ വക അപരാധങ്ങളെല്ലാം സദയം പൊറുക്കണമേ എന്ന് ഞാനിതാ താണ് വീണ് അപേക്ഷിക്കുന്നു. അങ്ങ് ഈ ചരാചര പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിതാവാണ്. പൂജ്യനും ഗുരുവും ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. 3 ലോകങ്ങളിന് അവിടുത്തോട് തുല്യനായിട്ട് ആരും തന്നെയില്ല. ആ സ്ഥിതിക്ക് അങ്ങയേക്കാൾ മേലെ ആരുണ്ടാവാനാണ്? അതിനാൽ ഈശ്വരനും സ്തുതിക്കപ്പെടുവാൻ സർവാത്മനാ അർഹനുമായ അവിടുത്തെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ പ്രസാദിപ്പിക്കുന്നു. മകൻ്റെ തെറ്റ് അച്ഛനും സ്നേഹിതൻ്റെ തെറ്റ് സുഹൃത്തും ഭാര്യയുടെ അപരാധം ഭർത്താവും ക്ഷമിക്കുന്നത് പോലെ ഞാൻ ചെയ്ത അപരാധങ്ങളെല്ലാം അങ്ങ് പുറത്തരുളേണേ. ഇതിനു മുൻപൊരിക്കലും കാണാത്തതായ ഈ വിശ്വരൂപം കണ്ടതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അതേസമയം ഭയം കൊണ്ട് എൻ്റെ മനസ്സ് അതീവ അസ്വസ്ഥവുമാണ്. അതിനാൽ ദേവന്മാരുടെ പോലും നേതാവും ജഗന്നിവാസനുമായ, അതായത് ജഗത്തിൻ്റെ വാസസ്ഥാനവും ജഗത്ത് മുഴുവൻ നിറഞ്ഞു വ്യാപിച്ചവനുമായ ഭഗവാനെ എന്നോട് പ്രസാദിക്കണേ. വിശ്വരൂപത്തിന് മുൻപുണ്ടായിരുന്ന ദിവ്യ കോമള സ്വരൂപം തന്നെ എനിക്ക് കാണിച്ചു തരാൻ കനിയേണേ. കിരീടമണിഞ്ഞവനും ഗദാചക്രധാരിയുമായ രൂപത്തിൽ ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് കൈകളോടുകൂടിയവനായ അങ്ങ് ഇതിന് മുൻപുണ്ടായിരുന്ന 4 തൃക്കൈകളോട് കൂടിയ ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ തന്നെ എനിക്ക് ദർശനം തന്ന് അനുഗ്രഹിക്കണേ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു: അർജുന, തേജോമയവും ഉത്കൃഷ്ടവും അവസാനമില്ലാത്തതും ആദിയുള്ളതുമായ ഈ വിശ്വരൂപത്തെ നിന്നോടുള്ള പ്രീതി കൊണ്ടാണ് എൻ്റെ യോഗ ഐശ്വര്യത്താൽ ഞാനിപ്പോൾ നിനക്ക് കാണിച്ചു തന്നത്. നീ ഒഴികെ മറ്റാരും ഈ രൂപത്തെ കണ്ടിട്ടില്ല. വേദങ്ങളും
യജ്ഞങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളും പഠിച്ചതുകൊണ്ടോ ദാനങ്ങളെ കൊണ്ടോ അഗ്നിഹോത്രം മുതലായ വൈദിക കർമ്മങ്ങളെ കൊണ്ടോ കഠിനമായ തപസ് കൊണ്ടോ നിനക്കൊഴികെ മറ്റാർക്കും ഈ വിശ്വരൂപം കാണാൻ പറ്റില്ല. ഭയങ്കരമായി നിനക്ക് തോന്നുന്ന ഈ രൂപത്തെ കണ്ടതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നിനക്ക് മൗഢ്യവും ഉണ്ടാകണ്ട. ഭയമകന്ന് സന്തുഷ്ട മനസ്സോടെ എൻ്റെ വൈഷ്ണവ സ്വരൂപത്തെ തന്നെ കണ്ടുകൊള്ളുക. ഭഗവാൻ വാസുദേവൻ ഇപ്രകാരം അർജുനോട് അരുളി ചെയ്ത് തൻ്റെ കൃഷ്ണ സ്വരൂപത്തെ തന്നെ പാർത്ഥന് കാണിച്ചു കൊടുത്തു. വിശ്വരൂപ ദർശനം കൊണ്ട് ഭീതനായിരുന്ന അർജുനനെ സൗമ്യ സ്വരൂപിയായി തീർന്ന മഹാത്മാവായ ഭഗവാൻ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വിശ്വരൂപിയായ ഭഗവാനെ ശ്രീകൃഷ്ണ സ്വരൂപേണ കണ്ടതുകൊണ്ട് സന്തുഷ്ടനായി തീർന്ന അർജുനൻ പറഞ്ഞു, ഭഗവാനെ, സൗമ്യമായ ഈ രൂപം കണ്ടതുകൊണ്ട് ഞാനിപ്പോൾ സ്വസ്ഥതയെ പ്രാപിച്ചിരിക്കുന്നു. ഭഗവാൻ വീണ്ടും പറഞ്ഞു, അർജുന, നീ ഇപ്പോൾ കണ്ടതായ വിശ്വരൂപം കാണാൻ കഴിയുക എന്ന് വളരെ ദുർലഭമാണ്. ദേവന്മാർ പോലും എൻ്റെ ഈ രൂപത്തെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. വേദപഠനം, തപസ്, ദാനങ്ങൾ, യാഗങ്ങൾ ഇവ കൊണ്ടൊന്നും നീ കണ്ടതായ സ്വരൂപത്തിൽ എന്നെ കാണാൻ പറ്റില്ല. ദൃഢമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ പരമാർത്ഥ രൂപത്തിൽ അറിയാനും കാണാനും എന്നിൽ ലയിച്ച് മുക്തനായി തീരാനും കഴിയും. എല്ലാ കർമ്മങ്ങളും ഈശ്വരനായ എൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവനും പരമാത്മാവായ എന്നെ പ്രാപിക്കുന്നത് പരമലക്ഷ്യമായി കരുതി ജീവിക്കുന്നവനും എന്നിൽ നിഷ്കളങ്ക ഭക്തിയോടുകൂടിയവനും നിസ്സംഗനും ആരിലും വൈരാമില്ലാത്തവനുമായി തീർന്നാൽ എന്നെ പ്രാപിച്ച് മുക്തനാവാൻ കഴിയും. ഭഗവാന്റെ സ്വരൂപവർണ്ണ ഭഗവാന്റെ പാദത്തെ സമർപ്പിച്ചിരിക്കുന്ന ഭഗവാനെ, തെറ്റണേ പൊറുക്കണേ ഭഗവാനെ, സർവ ശ്രീകൃഷ്ണപാദ അരവിന്ദാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഭഗവാനെ, കണ്ണാ കൃഷ്ണ ഗ്രഹിക്കണേ ഭഗവാനെ.